ഒരു ആൺകുട്ടി ബാത്റൂമിൽ പോയപ്പോൾ അപ്രതീക്ഷിതമായി രക്തം കാണാനിടയായ സംഭവത്തിൽ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത്. കൂടെയുണ്ടായിരുന്ന സഹപാഠി ഇത് കണ്ടപ്പോൾ ഒരു പെൺകുട്ടിക്കുണ്ടാകുന്ന ശാരീരിക പ്രശ്നമാണെന്ന് തെറ്റിദ്ധരിച്ചു. പരിഭ്രാന്തനായ ആൺകുട്ടി ഉടൻ തന്നെ ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ടു. എന്നാൽ പരിശോധനയ്ക്ക് ശേഷം ഇതൊരു ചെറിയ പ്രശ്നം മാത്രമാണെന്ന് പറഞ്ഞ് ഡോക്ടർ അവനെ തിരിച്ചയച്ചു. തിരികെ സ്കൂളിലെത്തിയ കുട്ടിക്ക് പെട്ടെന്ന് കഠിനമായ വയറുവേദന അനുഭവപ്പെട്ടെങ്കിലും അധ്യാപകൻ വിശ്രമിക്കാൻ അനുവദിക്കാത്തതിനാൽ അവൻ വേദന സഹിച്ചു അവിടെ തന്നെ തുടർന്നു. ഒടുവിൽ വേദന താങ്ങാനാവാതെ അവൻ ബോധരഹിതനായി വീഴുകയും വസ്ത്രത്തിൽ രക്തം കണ്ട അധ്യാപകൻ അവനെ വേഗത്തിൽ സ്കൂൾ നഴ്സിന്റെ അടുത്തെത്തിക്കുകയും ചെയ്തു. നഴ്സും ആദ്യം ഇതൊരു ആർത്തവ സംബന്ധമായ പ്രശ്നമാണെന്ന് കരുതിയെങ്കിലും പിന്നീട് അവൻ ഒരു ആൺകുട്ടിയാണെന്ന് അവർക്ക് ബോധ്യമായി. തുടർന്ന് മാതാപിതാക്കൾ അവനെ മറ്റൊരു ആശുപത്രിയിൽ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയനാക്കി. പരിശോധനയിൽ അവനിൽ സ്ത്രീയുടെയും പുരുഷന്റെയും ശാരീരിക സവിശേഷതകൾ ഒരേ സമയമുണ്ടെന്ന് ഡോക്ടർ കണ്ടെത്തി. ആരോഗ്യകരമായ ഭാവി മുൻനിർത്തി ഏതെങ്കിലും ഒരു ലിംഗം തിരഞ്ഞെടുക്കണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചതനുസരിച്ച് മാതാപിതാക്കൾ സ്വയം ഒരു തീരുമാനമെടുത്തു. അവനെ ഒരു പെൺകുട്ടിയാക്കി മാറ്റാനുള്ള ശസ്ത്രക്രിയ അവർ നടത്തി. അതിനുശേഷം മുടി വളർത്താനും പെൺകുട്ടികളുടെ വസ്ത്രം ധരിക്കാനും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പുതിയ ജീവിത രീതിയുമായി അവനെ പൊരുത്തപ്പെടുത്താൻ അവർ ശ്രമിച്ചു.